ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ HPV വാക്സിൻ സ്ത്രീകളിലെ ഗർഭാശയ മുഖ ക്യാൻസർ, അതുപോലെ തന്നെ പുരുഷന്മാരിലെ വൈറൽ വാട്സ്, ഇത് രണ്ടും ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടി ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള വാക്സിനാണ്. ദശലക്ഷക്കണക്കിന് ഡോസുകൾ ഉപയോഗിച്ച് സുരക്ഷിതത്വം തെളിയിക്കപ്പെട്ടിട്ടുള്ള വാക്സിനാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഏതാണ്ട് 15ഓളം ഇനങ്ങൾ ഈ വൈറസുകളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 6, 11, 16, 18. ഈ 4 സ്ട്രെയിനുകൾ ഏതാണ്ട് 83% ഈ വൈറസുകളെ തടയും. ഈ 4 സ്ട്രെയിനുകൾക്കെതിരെയുള്ള വാക്സിനുകളാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഈ അടുത്തായിട്ട് അതിലൊന്നുകൂടി 5 സ്ട്രെയിൻസും കൂടി 9 സ്ട്രെയിൻസ് ഉള്ള വാക്സിൻ ഇപ്പം അവൈലബിൾ ആണ്, ഇന്ത്യയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ 9 സ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ 83 പകരം ഏതാണ്ട് 99% ഈ വൈറസുകൾക്കെതിരെയും പ്രതിരോധം ഉണ്ടാവും. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് ഇറങ്ങുന്ന വാക്സിനുകളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു തീരുമാനം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 3 വാക്സിനുകൾ ഇവിടെയുള്ളതിൽ ഒന്ന് ഇന്ത്യൻ കമ്പനിയായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന ഒരു വാക്സിൻ, പിന്നെ മെർക്ക് അല്ലെങ്കിൽ MSD കമ്പനി ഇറക്കുന്ന 2 വാക്സിനുകൾ. അതിൽ ആദ്യത്തേത് 4 ഇന്ത്യൻ കമ്പനിയായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും 4 അപ്പോൾ ഇതിൽ 2നും ഏതാണ്ട് വില വ്യത്യാസം ഏതാണ്ട് 2000 താഴെയാണ് ഇന്ത്യൻ കമ്പനിയുടേത്, മറ്റത് ഏതാണ്ട് 4000 വില വരും മൾട്ടിനാഷണൽ കമ്പനിയുടേത്. ഈ അടുത്താണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ 9 വാലൻ്റ് വാക്സിൻ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് അതിനേതാണ്ട് 10,000 വില വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം കേൾക്കുന്നതും മറ്റു പലർ പറഞ്ഞറിഞ്ഞിട്ടുള്ളതും കുറച്ചു കാലം മുമ്പ് വരെ 4 വാലൻ്റ് വാക്സിൻ 4000 ഉറുപ്പ്യക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതേ സ്ട്രെയിൻസ് 11, 6, 15, 18, 16, 18 ഈ സ്ട്രെയിനുകൾ കവർ ചെയ്യുന്ന വാക്സിൻ 3900, 4000 വില കൊടുക്കുമ്പോൾ 2000 ഉറുപ്പ്യക്ക് കിട്ടുമ്പോൾ അത് തന്നെ മതിയല്ലോ. അതെ, തീർച്ചയായിട്ടും 4 വാലൻ്റ് ആയിട്ടുള്ള വിലക്കുറവുള്ള വാക്സിൻ നമ്മൾ എടുക്കാൻ സാമ്പത്തിക ശേഷി അത്രയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പകുതി വിലക്ക് കിട്ടുന്ന വാക്സിനിലേക്ക് തന്നെയായിരിക്കും ചോയ്സ്. പക്ഷേ 15% കൂടി കവറേജുള്ള 99% കവറേജുള്ള ഒരു വാക്സിൻ ഇവിടെ വരുന്നു. അതിൻ്റെ 10,000 വില. അത് എഫോർഡ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി മെച്ചപ്പെട്ട വാക്സിൻ തന്നെയായിരിക്കും നല്ലത്. അതിൽ തിരഞ്ഞെടുക്കുന്നത് ഈ 2 കാര്യങ്ങളും തികച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ 4 വാലൻ്റ് വാക്സിൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ തന്നെയാവും വിലയുടെ കാര്യത്തിൻ്റെ 2000 താഴെ വിലക്ക് കിട്ടുന്ന ഒരു വാക്സിൻ. അതല്ല 99% കവറേജുള്ള ഒരു വാക്സിൻ എടുക്കാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഈ 9 വാലൻ്റ് വാക്സിൻ തന്നെയാവും എടുക്കുന്നത് നല്ലത്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. കാരണം ഇതിൻ്റെ ഡോസ് ഷെഡ്യൂള് 9 വയസ്സിന് ശേഷമുള്ള 16, 15 വയസ്സിൻ്റെ സമയത്തേക്ക് 6 മാസത്തിനിടയിൽ 2 ഡോസ് മതി. 16 തൊട്ട് 15 തൊട്ട് 26 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 3 ഡോസ് വേണ്ടി വരും. 0, 2 and 6 months 3 ഡോസ് വേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂള്. അത് ആൺകുട്ടികൾക്കും എടുക്കാം, ആൺകുട്ടികൾക്ക് എടുക്കുന്നതിൻ്റെ അകത്ത് ചെറിയ ഷെഡ്യൂളിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ
9 വാലൻ്റ് വാക്സിന് ഇന്ത്യയിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഉള്ളൂ. മറ്റ് കൺട്രികളിൽ 46 വയസ്സ് വരെയും എടുക്കാമെങ്കിലും ഇന്ത്യയിൽ ആൺകുട്ടികൾക്ക് ഈ വാക്സിൻ 15 വയസ്സിന് താഴെയാണ്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയും എടുക്കാം. അപ്പോൾ ഈ 4 വാലൻ്റ് ആയിട്ടുള്ള വാക്സിൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആയിക്കോട്ടെ ഈ പറഞ്ഞ കമ്പനിയുടെ ആയിക്കോട്ടെ, അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീടൊരു ചിന്ത, പോരാ, അത് അന്ന് തന്നെ 9 വാലൻ്റ് എടുക്കാമായിരുന്നു എന്ന് തോന്നുമ്പോൾ ഒരു കാര്യം, ഈ ആദ്യത്തേൽ കവർ ചെയ്യാത്ത 5 സ്ട്രെയിനിന് വീണ്ടും മുഴുവൻ കോഴ്സും ആവർത്തിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ സാമ്പത്തികം നോക്കിക്കൊണ്ട് ഇതിൻ്റെ ചെറിയ പരിമിതിയും മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്നവരാണെങ്കിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിനേക്ക് പോവാം. എഫോർഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബെറ്റർ ഗോ ഫോർ ദ 9 വാലൻ്റ് ഇറ്റ് സെൽഫ്. പിന്നെ 1-2 ചോദ്യങ്ങൾ, ഇത് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ആവശ്യമുണ്ട്. കാരണം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു കാര്യത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുന്നത് പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ആൺകുട്ടികളിലൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ ആൺകുട്ടികൾക്കും കൂടി എടുക്കുമ്പോഴാണ് ആ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു വരുന്നത് എന്നുള്ളതുകൊണ്ട് ആൺകുട്ടികൾക്കും കൂടി എടുക്കുന്നത് നന്നാവും. വേറൊരു സംശയം, കുട്ടികൾക്ക് ആ പ്രായത്തിൽ ചിലപ്പം സെക്ഷൽ റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള കുട്ടികൾക്ക് ഇനി എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കണം. കാരണം ഒരു സെക്ഷൽ റിലേഷൻ്റെ അകത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടിയാലും എല്ലാ സ്ട്രെയിൻസിനും എഗൻസ്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ട്രെയിൻസിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായ ആളായതുകൊണ്ട് വാക്സിൻ എടുക്കാതിരിക്കേണ്ടതില്ല. വാക്സിൻ എടുക്കുക തന്നെയാവും ഉത്തമം. അത് 26 വയസ്സ് വരെ എന്നല്ല, 45 വയസ്സ് വരെയുള്ള ആളുകൾക്കും എടുക്കാവുന്നതാണ്. പക്ഷെ അത് ഓരോരുത്തരും തീരുമാനിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം, എഫോർഡ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുമെങ്കിൽ എപ്പോഴും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മെച്ചമായ ഏറ്റവും ഒടുവിലത്തേതായിട്ടുള്ള കാര്യത്തിന് തന്നെ പോകേണ്ടതായിരിക്കും നല്ലത്. അതിന് എഫോർഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം മറ്റതിന് പോവാം. പിന്നെ സൗജന്യമായി കിട്ടാത്ത ഒരു വാക്സിൻ എടുക്കാൻ തീരെ പറ്റാത്ത സാമ്പത്തികമായിട്ടുള്ള പുറയുള്ള ആളുകൾക്ക് അതേക്കുറിച്ച് വലിയ വേവലാതിയുടെ കാര്യം ഇല്ല. അത് സർക്കാർ സൗജന്യമായിട്ട് തരാൻ പറ്റുന്ന ഒരുപാട് വാക്സിനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തണം. താങ്ക് യു.